ഈ വാതിലുകൾ അടയുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും വാതിൽ തുറക്കുന്ന ഒരു നഗരമാണ് തിരുവനന്തപുരം. മറ്റു പല ആളുകളും തിരുവനന്തപുരത്തെക്കുറിച്ച് മോശമായിട്ട്, പ്രത്യേകിച്ച് ഈ തെക്കര എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു വിഷമം, ഇത്രയധികം വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റി വേറൊന്നില്ല. ഒരു MLA ആയിരുന്ന വ്യക്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ മത്സരിക്കുന്നത് ഒരു തിരിച്ചിറക്കമാണ്. ഈ കയറ്റിറക്കം, പൊസിഷൻ, സ്റ്റേറ്റസ് എന്നൊക്കെയുള്ള നമുക്ക് കൊടുക്കുന്നൊരു ഭാരമാണ്. നിങ്ങൾ തുടുത്തുവിടുന്ന അസ്ത്രങ്ങളാണ് നിങ്ങളുടെ മക്കൾ എന്നുള്ള ഒരു ഫിലോസഫിയാണ്. ഇപ്പോൾ മോനുമൊത്തുള്ളൊരു ഫോട്ടോ ഇടുന്നു, അപ്പോൾ അവന് കുറച്ച് ഹെയർ ഉണ്ട്, അത് തന്നെ വലിയൊരു ഡിസ്കഷനാണ്. ദിവ്യ ഓഫീസിൽ നിന്നാൽ പിന്നെ ഒരു 3-4 hours അവൻ്റെ കൂടെ തന്നെയാണ്. ഞാനിപ്പോൾ നാളെ തിരുവനന്തപുരം മേയർ ആവുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഇൻറ്റേർണൽ തീരുമാനം, ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറയുന്നൊന്നുമല്ല, എനിക്കെല്ലാം അറിയാവുന്നൊരു അഹങ്കാരം എനിക്കുണ്ടാകത്തില്ല. ഐ ആം വില്ലിങ് ടു ലേൺ. പക്ഷേ ഇപ്പോൾ ഗുഡ് ടു ബി റൈറ്റ് എന്ന് തീവ്രമായി വിശ്വസിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അതൊരു വലിയ അപകടമായിട്ട് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഒരു കംഫർട്ടാണ്. ഞാനിപ്പോൾ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് വെരി പേഴ്സണൽ ടു മീ, ഇറ്റ് ഈസ് വെരി ഇൻറ്റേർണൽ ടു മീ. അധിപനിൽ മോഹൻലാൽ നമ്മുടെ പാർവതിയോട് അച്ഛനെന്നെ ഡോക്ടറാന്ന് പറയുന്നത് നമ്മുടെ പഴയ ഒരു ഐസ്ക്രീം പാർലറാണ്. ആ പഴയ വർമ്മ പമ്പിന് ഇപ്പുറത്തുള്ള പദവികളൊന്നും ഒരു വലിയ എന്താ പറയുക, അതിൻ്റെ ഒരു സന്തോഷത്തിൽ, അതിൻ്റെ ഒരു അർമാദത്തിൽ അച്ഛൻ നിന്നിട്ടില്ല. ഞാൻ ഒരു പക്ഷേ മറ്റാളുകളെ പോലെ വികാരവിക്ഷോഭം ഇല്ലാത്തതോ ആംഗ്രി യങ് മാൻ ആവാത്തതോ അല്ലെങ്കിൽ ഇച്ചിരിയുടെ മെല്ലോഡാണാവുന്നതിൻ്റെ കാരണം ആ ഒരു ഇൻസ്പിറേഷനാണ്. ഡോക്ടർ ദിവ്യയുമായിട്ടുള്ള പ്രണയത്തിൽ പുസ്തകങ്ങൾക്ക് എത്ര പ്രാധാന്യമുണ്ട്? അതെനിക്ക് വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ അരുന്ധതി റോയ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്യാരക്ടറായിട്ടാണ് തോന്നുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്രയധികം സാധ്യതകളുള്ള വേറൊരു നഗരം ഇവിടെയെങ്കിലും. ഫുഡിയാണെന്നറിയാം. അപ്പോൾ തിരുവനന്തപുരത്തെ കുറച്ച് ഫുഡ് സ്പോട്ടുകൾ. വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. പഴയൊരു അന്തക്കാലത്തെ ഒരു ഗേൾ ഫ്രണ്ട് പറഞ്ഞതാണ്, ഈ റിലേഷൻ എന്ന് വെച്ചാൽ ശബരി നമ്മൾ കയ്യിൽ മണ്ണ് വെക്കുന്നവരാണ്. തിരുവനന്തപുരത്തിന് നമുക്ക് ഈ സിംഗപ്പൂർ മോഡലോ വേറൊരു മോഡലോ നോക്കേണ്ട ആവശ്യമില്ല. ട്രിവാൻഡ്രം തന്നെ ഇസ് എ മോഡൽ ഇൻ ഇറ്റ് സെൽഫ്. എന്തുകൊണ്ട് നമുക്ക് ഈ പോർട്ടിനോട് ചേർന്നുള്ള ഒരു 40-45 കിലോമീറ്റേഴ്സ് ദൂരത്തിനകത്ത്, ഇത്രയും റേഡിയസിനകത്ത് സർക്കാർ തന്നെ സ്ഥലം അക്വയർ ചെയ്ത് അവിടെ കമ്പനീസ് വന്നുകൊണ്ട് എത്ര ആൾക്ക് ജോലി കിട്ടും. നഗരം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ വി ഷുഡ് ഹാവ് ഡെഫിനറ്റീവ് ഒരു ഫ്ലഡ് മിറ്റിഗേഷൻ പ്ലാൻ. എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഭാവിയിൽ ഒരു തിരുവനന്തപുരം എന്നുള്ള ആഗ്രഹം ഞാൻ പറയുന്നത്. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്ന ശബരിനാഥ് എന്ന ഒരു യുവാവിനോടാണ്. എന്താണ് തിരുവനന്തപുരമായിട്ടുള്ള രാഷ്ട്രീയം, വികസനം ഒക്കെ മാറി നിൽക്കട്ടെ, തിരുവനന്തപുരത്തോടുള്ള ഒരു ഇമോഷണൽ കണക്ട് വൈകാരികമായി എങ്ങനെ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അല്ലാതെ ഓരോ തിരുവനന്തപുരംകാർക്കും ഈ തിരുവനന്തപുരം എന്നുള്ളത് വലിയൊരു വികാരമാണ്. ഇപ്പം ഞാൻ ബോംബെ വർക്ക് ചെയ്യുന്ന സമയത്തും ഡൽഹിയിലുള്ള സമയത്തുമൊക്കെ നമ്മുടെ കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സും തിരുവനന്തപുരംകാരുടെയൊക്കെ ഇരിക്കുമ്പോഴുള്ള കൂട്ടായ്മകളിലൊക്കെ ഒരു നൊസ്റ്റാൾജിയ തിരുവനന്തപുരമാണ്. ഞാൻ പിന്നീടത് തിരികെ ഇവിടെ വന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു വല്ലാത്തൊരു പ്രണയമാണ് ഈ നഗരത്തോടുള്ളത്. നമുക്ക് എല്ലാ തിരുവനന്തപുരംകാർക്കും ഈ അടുത്ത കാലത്ത് ഏതൊരു ശ്രീകണ്ഠൻ നായർ പറയുന്നത് കേട്ടു, ഇവിടെ വരുന്നവരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇതായിരിക്കും, പക്ഷേ ഇവിടെ നിന്ന് വിട്ടുപോകാൻ ആർക്കും കഴിയില്ല. അപ്പോൾ തിരുവനന്തപുരത്തിന് അങ്ങനെ ഒരു വലിയൊരു ഒരു സ്പേസ് എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഇവിടുത്തെ സ്ഥലങ്ങൾ, ഞാൻ പഠിച്ച ഇവിടെയാണ്, സ്കൂൾ പഠിച്ച ഇവിടെയാണ്, എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ച ഇവിടെയാണ്. അതിനുശേഷം ഞാൻ ഡൽഹിയിലും ബോംബെയിലും പോയി ലോകമൊക്കെ കണ്ടു, തിരികെ വന്നു. പക്ഷേ നമ്മുടെ ഈ റൂട്ട്സിനോടുള്ളത്, ഈ നഗരത്തിനോടുള്ള എനിക്ക് തോന്നുന്നു വളരെയധികം നമ്മളെ ഈ ഗ്രൗണ്ടിനോട് ചേർത്ത് നിർത്തുന്ന ഒരു നഗരമാണ് തിരുവനന്തപുരം. കാരണം എസെൻഷ്യലി വി ആർ എ മിഡിൽ ക്ലാസ് സിറ്റി, വളരെ വെൽക്കമിംഗ് ആയിട്ടുള്ള സിറ്റിയാണ്. ഞാനത് പറയാനുള്ള കാരണം, ഇന്ന് പറയപ്പെടുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും വെൽക്കമിംഗ് ആയിട്ട് രാജ്യങ്ങൾ പോലും ഇന്ന് വെളിയിൽ ആളുകൾ വരണ്ടെന്ന് പറയുന്ന അവസ്ഥയാണ്. ഈ വാതിലുകൾ അടയുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും വാതിൽ തുറക്കുന്ന ഒരു നഗരമാണ് തിരുവനന്തപുരം. ഇപ്പോൾ തന്നെ നോക്കൂ, നമ്മുടെ ഈ തിരുവനന്തപുരത്ത് വന്ന ആളുകൾ പഴയ ഈ തകഴിയുടെ ഏണിപ്പടികളൊക്കെ വായിക്കുമ്പം ശ്രീപത്മനാഭൻ്റെ 2 ചക്രം ആണ്, അത് വാങ്ങിക്കാൻ വേണ്ടി സർക്കാർ ജോലിക്ക് വന്ന ആളുകളാണ്. ലോട്ട് ഓഫ് ഇൻഫ്ലക്സ് ഓഫ് പീപ്പിൾ. ഇപ്പോൾ എൻ്റെ അമ്മ പോലും അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പഠിച്ച് വളർന്ന് ജോലി കിട്ടി ഇവിടെ വന്നതാണ്. എൻ്റെ അച്ഛൻ രാഷ്ട്രീയ പ്രവർത്തനം വർക്കലയിൽ ജനിച്ച് നഗരത്തിലോട്ട് വന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സ്റ്റുഡിയോ ഇരിക്കുന്ന ഈ കുറവൻകോണത്തിന് എല്ലാം ഈ സിവിൽ സർവീസും ട്രെയിനിങ്ങിനൊക്കെ വന്ന് വെളിയിൽ നിന്നുള്ള ആളുകളാണ്, സർക്കാർ ഉദ്യോഗസ്ഥരാണ്. വളരെ വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്, വളരെ വാമായിട്ടുള്ള സിറ്റിയാണ്. മറ്റു പല ആളുകളും തിരുവനന്തപുരത്തെക്കുറിച്ച് മോശമായിട്ട്, പ്രത്യേകിച്ച് ഈ തെക്കര എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു വിഷമം, ഇത്രയധികം വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റി വേറൊന്നില്ല. ഇത്രയധികം പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിറ്റി വേറൊന്നുമില്ല. 5 സ്റ്റാർ ഹോട്ടലുകൾ മുതൽ സാധാ തട്ടുകടകൾ വരെ ജീവിക്കാൻ പറ്റുന്ന ഒരു സിറ്റിയാണ്. പല സിനിമയെ കാണുമ്പം പെട്ടെന്ന് എനിക്ക് ഈ തിരുവനന്തപുരത്തിൻ്റെ ഷോർട്സൊക്കെ ഓർമ്മ വരും. ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഇവിടെ കവടിയാർ മത്സരിക്കുന്നുണ്ട് പറയുകയല്ല, ഇപ്പോൾ സുഗമോദേവിയിലെ ആ സീനുകളെ, കഥാപാത്രങ്ങളൊക്കെ കവടിയാർ ജവഹർലാൽ ബേസ്ഡാണ്. അല്ലെങ്കിൽ അധിപനിൽ മോഹൻലാൽ നമ്മുടെ പാർവതിയോട് അച്ഛനെന്നെ ഡോക്ടറാന്ന് പറയുന്നത് നമ്മുടെ പഴയ ഒരു ഐസ്ക്രീം പാർലറാണ്.
ആ പഴയ വർമ്മ പമ്പിന് ഇപ്പുറത്തുള്ള ഇന്ന് അവിടെ ആ കോഫി ഡേ ഒക്കെ ഉള്ളത്. ഇതൊക്കെ മനസ്സിൽ വലിയ ഒരു നൊസ്റ്റാൾജിയാണ്. അപ്പോൾ എവിടെ തിരുവനന്തപുരം കണ്ടാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, ഞാൻ ബേസിക്കലി അരുവിക്കര നിയോജകമണ്ഡലത്തിലാണ്. അപ്പം വിജയവും തോൽവിയും ഒക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഞങ്ങൾക്ക് കാർത്തികേയൻ സാറിനോടും അദ്ദേഹത്തിൻ്റെ മകൻ ശബരിനാഥിനോടും ഒക്കെ വല്ലാത്തൊരു സ്നേഹമുണ്ട്. ഇപ്പം ഞാൻ നാട്ടിൽ പോകുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ലോക്കൽ ബോഡിയിലേക്ക് ശബരിനാഥ് മത്സരിക്കുകയാണോ, അത് ഒരു MLA ആയിരുന്ന വ്യക്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ മത്സരിക്കുന്നത് ഒരു തിരിച്ചിറക്കമാണോ എന്ന് വളരെ സ്നേഹത്തോടെ അന്വേഷിക്കുന്നവരുണ്ട്. അവരോട് മറുപടി പറയേണ്ടത് എനിക്ക് തോന്നുന്നു ശബരിനാഥിൻ്റെ ഒരു ബാധ്യത കൂടിയാണ്. എന്താണ് അവരോട് പറയാനുള്ളത്? ആദ്യമായി പഴയ ആര്യനാടും അരുവിക്കരയായിട്ടുമുള്ളൊരു ബന്ധം, അച്ഛനവിടെ 91-ൽ പാർട്ടി കൊടുത്തൊരു അസൈൻമെൻറ്റായിട്ട് മത്സരിക്കാൻ പോയി, അവിടെ വിജയിച്ചു. പിന്നെ ഏകദേശം 2015 മരണം വരെ ഏകദേശം ഒരു 5 ടേംസ് അവിടെ അച്ഛൻ വിജയിച്ചു വന്നതാണ്. അവിടെയുള്ള എല്ലാ വീടുകളുമായിട്ടുള്ള ബന്ധം, നിങ്ങളടക്കമുള്ള വീടുകളായിട്ടുള്ള ബന്ധം, ആ ഒരു ലെഗസിയുടെ തുടർച്ചയായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അച്ഛൻ അവിടെ എല്ലാ വീടുമായിട്ട് വളരെയധികം ഒരു നേരിട്ടുള്ളൊരു ബന്ധമായിരുന്നു. ഞാൻ MLA ആയിരുന്ന സമയത്തും കഴിഞ്ഞ തവണ ചെറിയൊരു വോട്ടിന് പരാജയം സംഭവിച്ചപ്പോഴും ആ ഒരു പേഴ്സണൽ ബന്ധം എനിക്കുണ്ട്. എനിക്കിപ്പോഴും വളരെ സന്തോഷമുണ്ട്. എനിക്ക് അവിടെ നിന്നുള്ള ആളുകളെ കണ്ടാൽ, ഇപ്പം തന്നെ കവടിയാറക്കുമ്പോൾ പല വീട്ടിലൊക്കെ നിൽക്കുന്ന ചേച്ചിമാർ അവിടെ ഉള്ളവരാണ്. അപ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന അങ്ങനെയാണ്. അപ്പം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ സുഖദുഃഖങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഒരു ലയൺ ഷെയർ ഉള്ള ഒരു പ്രദേശം ആര്യനാട് അരുവിക്കരയാണ്. അപ്പോൾ ആ പ്രദേശത്തെ ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. എനിക്കൊരു പൊളിറ്റിക്കലായിട്ട്, പക്ഷേ എൻഡ് ഓഫ് ദി ഡേ നമ്മളൊക്കെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു പൊളിറ്റിക്കൽ അസൈൻമെൻറ്റ് എനിക്ക് പാർട്ടി നൽകിയതാണ്, ഞാനും എടുത്തൊരു തീരുമാനമാണ്. ആ വൈകാരിക ബന്ധം നിലനിൽക്കെ തന്നെ എനിക്കിപ്പോൾ തന്നിരിക്കുന്ന ചുമതല കോർപ്പറേഷൻ മത്സരിക്കുക എന്നുള്ളത്. അതിന് രണ്ടാമത്തെ ചോദ്യം, ഇതൊരു കയറ്റിറക്കമാണെന്നുള്ള കാര്യത്തിൽ ഞാൻ ഒരിക്കലും, ഫസ്റ്റ് ഓഫ് ഓൾ ഈ കയറ്റിറക്കം, പൊസിഷൻ, സ്റ്റേറ്റസ് എന്നൊക്കെയുള്ള നമുക്ക് കൊടുക്കുന്നൊരു ഭാരമാണ്. അതിൻ്റെ ഒരു ഭാരം നമുക്കില്ലെങ്കിൽ പിന്നെ അത് കുഴപ്പമൊന്നുമില്ല. ഞാനിത് വളരെ സീരിയസ് ആയി ഒരു കോർപ്പറേഷൻ ഇലക്ഷന് പ്രധാനപ്പെട്ട ആളുകൾ മത്സരിക്കണം, ഒരു മുഖമുണ്ടാകണം, അതിനേക്കാൾ ഉപരി നമ്മുടെ നഗരത്തിനൊരു വീക്ഷണം വേണം എന്നുള്ള ഒരു താല്പര്യം പാർട്ടി തന്നെ അന്വേഷിച്ചപ്പോൾ എന്നെ പോരാൾ നിർത്തണമെന്ന് പറഞ്ഞു. അത് ഞാൻ സ്വമേധയാ ഏറ്റെടുത്ത്, സന്തോഷത്തോടെ ഏറ്റെടുത്തു. ഐ എം വെരി എക്സൈറ്റഡ്. കാരണം എനിക്കൊരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ജേണിയാണ്. അതിപ്പം ഫ്രം കോർപ്പറേറ്റ് ടു കോർപ്പറേറ്റർ എവിടെ എന്നുള്ള ഒരു കാര്യമായിട്ട് അതിനെ കാണുന്നില്ല. അതൊരു ജേണിയാണ്. ഇതുപോലത്തെ പല ജേണീസാണ് നമ്മുടെ ലൈഫിനെ ഡിഫൈൻ ചെയ്തത്. ഞാനൊന്നും മുൻകൂട്ടി നിശ്ചയിച്ച് പോകുന്ന ആളല്ല. എൻ്റെ വളരെ ഒരു മിയാൻഡറിങ് പാതമാണ്. ഒഴുക്കാണ്. ഞാൻ ഈ ഇംതിയാസ് അലിയുടെ സിനിമയൊക്കെ ഒത്തിരി കാണുന്ന ഒരാളാണ്. അപ്പോൾ ഞാനങ്ങനെ എന്നെ കാണുന്നത് ഈ എന്താ പറയുക, റോക്ക് സ്റ്റാറിലെയോ തമാശയിലെയോ ഒക്കെ നായകനാണ്. ബീർ കപൂറല്ല, ആ നായകൻ്റെ വികാര വിക്ഷോഭങ്ങൾ. അപ്പോൾ എനിക്കത് എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംവിധായകൻ എനിക്ക് തോന്നുന്നു ഇംതിയാസ് അലിയാണെന്നുള്ളത്. അപ്പോൾ അതേപോലെ ആളാണ് ഞാൻ. സോ ഐ ലൈക്ക് ടേക്കിംഗ് ദീസ് ചാലഞ്ചസ്. നമ്മൾ ഒഴുകി പോവുകയാണ്. അതിപ്പോൾ ഈ ഒഴുക്കിലേക്ക് പോകുന്നു, പിന്നെ വേറെ ഒഴുക്കിലേക്ക് പോകാം. പക്ഷേ പോകുന്ന ഒഴുക്കിൽ ഐ 100% കമ്മിറ്റഡ് ടു ദാറ്റ് ജോബ്. 100% അതിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ തന്നിരിക്കുന്നത് എൻ്റെ നഗരത്തെ ഭാവിയിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു വീക്ഷണം കൊണ്ടുവരുന്ന കാര്യത്തിൽ ഞാൻ 100% സത്യസന്ധമായി, വളരെ ആക്റ്റീവായി, വളരെ എക്സൈറ്റഡായി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കേട്ടിട്ടുണ്ട്, ഡോണ്ട് റൺ ഇൻസൈഡ് ദ വെഹിക്കിൾ എന്ന് അച്ഛൻ പറയുമായിരുന്നു. അതെപ്പോഴും ഒരു പ്രിൻസിപ്പിളായി ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന്. അതിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു വ്യക്തിയെ നിർണ്ണയിക്കുന്നത് ബാല്യമാണെന്ന് പറയും. ബാല്യത്തിൻ്റെ ഓർമ്മകളിൽ ജി കാർത്തികേയൻ എന്ന വ്യക്തി, അച്ഛൻ, അദ്ദേഹത്തിൻ്റെ സ്വാധീനം, ആ ഓർമ്മകൾ അതൊന്ന് പറയാമോ? ബാല്യമാണ് നമ്മുടെ ഏറ്റവും ഫോർമേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചുള്ള നിലപാട്, പല ഇടപെടലുകൾ ഒക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അച്ഛൻ്റെ മാനറിസംസ്, അച്ഛൻ പഠിപ്പിച്ച കാര്യങ്ങൾ, അച്ഛൻ ഇടപെടുന്ന രീതിയിൽ കാര്യങ്ങളെ കാണുന്നൊരു വീക്ഷണക്കോണ്. അതുകൊണ്ട് ഈ പദവികളൊന്നും ഒരു വലിയ എന്താ പറയുക, അതിൻ്റെ സന്തോഷത്തിൽ, ഒരു അർമാദത്തിൽ അച്ഛൻ നിന്നിട്ടില്ല. അച്ഛൻ പാർട്ടിയുടെ സീനിയർ മോസ്റ്റ് പോസ്റ്റായിരുന്നു. അച്ഛൻ മന്ത്രിയായിരിക്കുമ്പോൾ, സ്പീക്കറായിരിക്കുമ്പോൾ അച്ഛനും പാർട്ടി അധ്യക്ഷനാവാനായിരുന്നു ആഗ്രഹം. അപ്പം അച്ഛൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഈ ഡോണ്ട് റൺ ഇൻസൈഡ് ദി വെഹിക്കിൾ, വണ്ടിക്കകത്തിരുന്ന് ഓടരുത് എന്ന് പറഞ്ഞ കാര്യം. പിന്നെ അച്ഛൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും മുകളിലോട്ട് പോകുമ്പം നമ്മൾ താഴോട്ട് നോക്കണം. നമ്മൾ ഈ മുകളിലോട്ട് നോക്കുമ്പോൾ അയ്യോ ഞാനിവിടെ എത്തിയില്ലല്ലോ എന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ ഇതൊക്കെ അച്ഛൻ പറഞ്ഞു തരുമായിരുന്നോ? ഞാൻ പറയാം, അച്ഛൻ്റെ ഓഫീസ് മുറിയിൽ ഒരു ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അത് അധികാരമുള്ളപ്പോൾ ആളുകൾ നമ്മളെ ഉപയോഗിക്കുന്നു, അധികാരമില്ലാത്തപ്പോൾ അവർ നമ്മളെ മറക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ വളരെ ഫിലോസോഫിക്കലായിട്ടാണ് അച്ഛൻ പൊളിറ്റിക്കൽ ജീവിതത്തിനെ കണ്ടത്. അപ്പോൾ ആ ഒരു ഫിലോസോഫിക്കലായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്കൊന്ന് അച്ഛൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എനിക്കുണ്ടായിട്ടുള്ളത്, അച്ഛനൊരു 70s 80s ആംഗ്രി യങ് മാൻ യങ് ടോക്കൊക്കെ ആയിരുന്നു. ഞാനൊരു
ഒരു ഫോർമേറ്റീവ് ഇയേഴ്സ് 10 വർഷമൊക്കെ ആയ സമയം മുതൽക്ക് അച്ഛൻ ഇച്ചിരി ഒരു ഫിലോസോഫിക്കലായിട്ടുള്ളൊരു ഒരു പോസ്റ്റ് 45 ഒരു മോഡ് ചേഞ്ച് ഉണ്ട്. അപ്പോൾ ആ സമയത്താണ് നമുക്ക് കൂടുതൽ ഒരു ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു വളരെ സ്പിരിച്വലായിട്ടുള്ള ആ കാര്യങ്ങളെ വീക്ഷിക്കുന്നത് എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം 30s കഴിഞ്ഞ് 40s ആയി. ഞാൻ 10 വർഷം രാഷ്ട്രീയത്തിലുണ്ട്. ഞാൻ ഒരു പക്ഷേ മറ്റാളുകളെ പോലെ വികാരവിക്ഷോഭം ഇല്ലാത്തതോ ആംഗ്രി യങ് മാൻ ആവാത്തതോ അല്ലെങ്കിൽ ഇച്ചിരിയുടെ മെല്ലോ ഡൗൺ ആവുന്നതിൻ്റെ കാരണം ആ ഒരു ഇൻസ്പിറേഷനാണ് അത്. പിന്നെ അച്ഛൻ്റെ റൂമിൽ വേറൊരു കാര്യം എഴുത്തച്ഛൻ്റെ നമ്മുടെ കൂടിയല്ല വിറക്കുന്ന നേരത്തും കൂടിയല്ല മറക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തിന് മത്സരിക്കുന്നതിനാണ് പ്രധാനം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ എവിടെയോ ഒരു പല ഇമ്പാക്റ്റും അതിനുണ്ടായിട്ടുണ്ട്. ഐ ആം എ മിക്സ് ഓഫ് മെനി തിങ്സ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുപോലെ അങ്ങയുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നോക്കുമ്പോൾ എൻ്റെ കയ്യിലൊക്കെ കഴിഞ്ഞ മാസം കിട്ടിയൊരു ബുക്കാണ് ഈ മദർ മേരി കംസ് ടു മീ. എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് മാസത്തിൽ അത് വായിച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ പാരൻസുമായിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സങ്കീർണമായുള്ള ബന്ധം സൂക്ഷിക്കുന്ന മനുഷ്യരൊക്കെ ഇത് വളരെ റിലേറ്റ് ചെയ്യുന്ന ബുക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാൻ ആഗ്രഹമുള്ളത് പ്രൊഫസറായിട്ടുള്ള ഒരമ്മ, രാഷ്ട്രീയക്കാരനുള്ള വളരെ ലെജൻഡറി ആയിട്ടുള്ള ഒരു അച്ഛൻ, ഇങ്ങനെയുള്ള രണ്ടുപേരുടെ ഒരു മകന് ഈ പുസ്തകം വായിച്ചപ്പോൾ എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റിയത്? വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ മദർ മേരി കംസ് ടു മീ ഞാൻ ഇവിടെ നിന്ന് തന്നെ ബുക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ നമ്മുടെ മോഡേൺ ബുക്സിൽ ചിത്രസേന ചേട്ടനെ വിളിച്ചിട്ടൊരു കോപ്പി അവർ സൈൻ കോപ്പീസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രീ ബുക്ക് ചെയ്തതാണ്. വന്നപ്പോൾ തന്നെ ഞാൻ 3-4 ദിവസത്തിനകത്ത് തന്നെ വായിച്ചു. അതെനിക്ക് വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ അരുന്ധതി റോയ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്യാരക്ടറായിട്ടാണ് തോന്നുന്നത്. അപ്പം അരുന്ധതി റോയ് എങ്ങനെ അരുന്ധതി റോയ് ആയെന്നൊരു ചോദ്യം ഒരു മറുപടി അവിടുത്തെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ നിലപാടുകൾ അതിനുമുമ്പ് പുസ്തകം എഴുതിയതിൽ ചില അംശങ്ങൾ നമ്മൾ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ കാണുമെങ്കിലും ഹൗ ഡിഡ് ഷീ ബിക്കം വാട്ട് ഷീസ് എന്നുള്ള ഒരു കാര്യം എനിക്കറിയാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ മെമോർ വായിച്ചു തുടങ്ങിയത്. പിന്നെ എനിക്ക് മേരി റോയും വളരെ മാഡം റോയും വലിയൊരു കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടറായിരുന്നു. കാരണം അവരെക്കുറിച്ച് അധികം നമുക്ക് വായിക്കാൻ ഇതില്ല. നമുക്കെല്ലാം അറിയാവുന്ന റെഫറൻസ് പഴയ ഇൻഹെറിറ്റൻസ് നിയമത്തിൻ്റെ കാര്യം അതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് വായിച്ച് തുടങ്ങിയത്. എനിക്ക് ആ പുസ്തകത്തിൽ ഏറ്റവും നന്നായിട്ട് തോന്നിയൊരു കാര്യം, all of us have complicated relations with our parents, and to be very honest, നമ്മുടെ ഒരു സീസണിങ്ങിൻ്റെ നമ്മുടെ ഒരു നർച്ചറിങ്ങിൻ്റെ ഒരു കുഴപ്പം അച്ഛനും അമ്മയും പറയുന്നത് എല്ലാം ശരിയാണ് എന്ന് 100% വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു തലമുറയുടെ ആളുകളാണ് ഞാനും വിദ്യയൊക്കെ. അച്ഛൻ ഇപ്പം ഇല്ല. അച്ഛൻ്റെ രാഷ്ട്രീയം ചിലപ്പോൾ എനിക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ കാണുന്നൊരു തീക്ഷ്ണമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നതോ ഡൽഹിക്ക് പോകുന്നതല്ല. പക്ഷേ എന്നാലും ഞാനിപ്പോൾ എൻ്റെ മോനെ ഞാനും ദിവ്യയൊക്കെ ഉള്ളപ്പം നമ്മൾ പറയുന്ന പോലെ തന്നെ അവൻ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ നിർബന്ധം പിടിക്കത്തില്ല. അത് ഈ ജിബ്രാൻ പറഞ്ഞ പോലെ നിങ്ങൾ തുടുത്തുവിടുന്ന അസ്ത്രങ്ങളാണ് നിങ്ങളുടെ മക്കൾ എന്നുള്ള ഒരു ഫിലോസഫിയാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു ശബരിനാഥ് എന്ന വ്യക്തിയുടെ വായന ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടത് നിങ്ങളുടെ പ്രണയം ആഘോഷിക്കപ്പെട്ട വേളയിലാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. അപ്പം നിങ്ങളിങ്ങനെ ഖസാക്കിൻ്റെ നാടകം കാണാൻ പോയതും അവിടെ രവിയും കൂമൻകാവും അല്ലാപ്പിച്ചമുല്ലാക്കയും ഒക്കെ സ്റ്റേജിൽ നടക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു വേദിയിലുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. ഡോക്ടർ ദിവ്യയുമായിട്ടുള്ള പ്രണയത്തിൽ പുസ്തകങ്ങൾക്ക് എത്ര പ്രാധാന്യമുണ്ട്? അല്ല, നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പം ഒരു കോമൺ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്ന പുസ്തകങ്ങളൊക്കെയാണ്. ദിവ്യ അങ്ങനെ സിനിമയിലോട്ടൊക്കെ താല്പര്യം കുറവാണ് പുസ്തകങ്ങൾ. അപ്പോൾ നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള പല പുസ്തകങ്ങളും നമ്മൾ കുന്തേരയാകട്ടെ അല്ലെങ്കിൽ പെർഫ്യൂം ആകട്ടെ അല്ലെങ്കിൽ ചില ഓട്ടോബയോഗ്രഫികളാകട്ടെ, അപ്പോൾ വളരെ കോമൺ ഗ്രൗണ്ട് അതായിരുന്നു. പിന്നെ നമ്മൾ നേരിട്ട് കാണുന്നത് ഈ ഖസാക്ക് ഇവിടെ നമ്മുടെ മണക്കാട് സ്കൂളിൽ പ്ലേ ചെയ്യുമ്പോഴാണ് അത് കാണാൻ നമ്മൾ ഒരുമിച്ച് പോകുന്നത്. പക്ഷേ അതേ സമയത്ത് കണ്ടൊരു അരമണിക്കൂർ ആയപ്പോഴത്തേക്കും ദിവ്യയ്ക്കൊരു അന്ന് സബ് കളക്ടറാണ് എന്തോ പാറശാല ഹോസ്പിറ്റലിൽ പ്രശ്നം വന്ന് ഷീ ഹാഡ് ടു റഷ് ബാക്ക്. പക്ഷേ അത് ആ ഖസാക്കിൻ്റെ ഇതിഹാസം ആണ് നമ്മൾ ആദ്യം ഒരുമിച്ച് ഇരുന്ന് കണ്ട അതൊരു വളരെ ബ്രില്യൻ്റായിട്ടൊരു ആവിഷ്കാരമാണ്. നമ്മൾ ഒ വി വിജയൻ്റെ പുസ്തകങ്ങൾ പോലും ഈ ഖസാക്ക് എഴുതി ഒ വി വിജയൻ തന്നെയാണ് എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് സ്വത്വബോധമൊക്കെ അതേ ഒ വി വിജയൻ തന്നെയാണ് പിന്നെ ഗുരുസാഗരം പോലൊരു പുസ്തകം എഴുതുന്നത്. ഗുരുസാഗരത്തിന് എനിക്ക് തോന്നുന്നൊരു ഇൻഫ്ലുവൻസ് അത് 80, 82, 84 ഒക്കെ ആയിരിക്കും. അത് അദ്ദേഹം കരുണാകര ഗുരുവിനെ കണ്ടതിന് ശേഷമാണ്. അപ്പോൾ ഒരേ ഒ വി വിജയൻ വളരെ സ്പിരിച്വലായിട്ടുള്ള ഗുരുസാഗരം എഴുതി വളരെയധികം എന്താ പറയുക പഴയൊരു സർക്കാരിനൊക്കെ എതിരെയുള്ള ധർമ്മപുരാണം നടത്തിയ പുസ്തകം എഴുതി പിന്നെ വലിയൊരു അസ്തിത്വ പ്രശ്നം ഉള്ള ഖസാക്കും എഴുതി. അപ്പോൾ അതൊക്കെ സ്റ്റേജസാണ്. ഒരു വ്യക്തി ഇവോൾവ് ചെയ്യുന്ന എവല്യൂഷൻ ഓഫ് എൻ ഓഥറും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഖസാക്കിൻ്റെ ഏറ്റവും ഫേവറേറ്റ്
വായനകളിലൊന്ന് ഖസാക്കാണ്. അതെ. അതുപോലെ തന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം, കുറേ പേർക്ക് അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യമാണ്. ഡോക്ടർ ദിവ്യ IAS ആണ്, അങ്ങോട്ട് പൊളിറ്റീഷ്യനാണ്. അപ്പോൾ ഈ കോമ്പിനേഷൻ ഒരു കുടുംബം എന്നുള്ള ഇടത്തേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ഒന്നും പൊതുജീവിതം ആവില്ല നിങ്ങളുടെ പൊതുജീവിതം. അതായത് ഇപ്പോൾ മോനുമൊത്തുള്ളൊരു ഫോട്ടോ ഇടുന്നു, അപ്പോൾ അവന് കുറച്ച് ഹെയർ ഉണ്ട്, അത് തന്നെ വലിയൊരു ഡിസ്കഷനാണ്. അപ്പോൾ നമ്മളൊരു അയ്യോ കുഞ്ഞിനെ ഇത്രയ്ക്ക് ഒരു ഡിസ്കഷന് വിടണമെന്ന് ഒരു കാര്യമില്ലാതെ നമുക്കൊക്കെ തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ്, എവിടെയാണ് ഈ പേഴ്സണൽ ലൈഫ്, പ്രൊഫഷണൽ ലൈഫ്, അതായത് പൊതുജീവിതം, വ്യക്തിജീവിതം, ഈ ബൗണ്ടറി എവിടെയാണ്? അത് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടോ? അല്ല, ഒഫീഷ്യൽ കാര്യങ്ങൾ ഇപ്പം ഇയാളുടെ വീട്ടിലെ കാര്യങ്ങൾ ഇയാളുടെ വീട്ടിൽ ഡിസ്കസ് ചെയ്യുന്നവർ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, അതിൽ അഭിപ്രായം പറയാറില്ല, കേൾക്കുന്നു, വി ഡിസ്കസ് അബൌട്ട് ഇറ്റ്. പക്ഷെ നമ്മുടെ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ദിവ്യ എന്തിട്ടാൽ അത് ഇഷ്ടപ്പെടാത്തൊരു കൂട്ടം ആൾക്കാർ കാണും, ഞാൻ എന്തിട്ടാൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കാണും. ഇടയ്ക്ക് മകൻ്റെ ഫോട്ടോ വെച്ചപ്പോൾ പല ആളുകളും ഇത്രയും മുടി എന്തിനാ ആൺകുട്ടികൾക്ക് പനി പിടിക്കത്തില്ലേ? അപ്പോൾ അതിന് നമുക്കുള്ള ചോദ്യം, മുടി വെച്ചാലേ പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ പല ആളുകൾ ഏത് സ്കൂളിൽ ഇത് സമ്മതിച്ചു, നിങ്ങളുടെ മക്കളായതുകൊണ്ടാണ് സ്കൂളിൽ സമ്മതിച്ചത് പല പേരൻസ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സമ്മതിക്കുന്നൊരു സ്കൂളിലേ നമ്മൾ വിടുന്നുള്ളൂ. ഇപ്പോൾ അവൻ തന്നെ കഴിഞ്ഞ ആഴ്ച, അല്ല നിങ്ങളുടെ കുഞ്ഞായതുകൊണ്ട് മാത്രമല്ല മറ്റേത് കുഞ്ഞിനും ഇത് നമ്മൾ അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലേ പോകത്തുള്ളൂ, വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. ഇപ്പോൾ അവന് ലാസ്റ്റ് വീക്ക് എനിക്കൊന്ന് ഇലക്ഷൻ ഞാൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ദിവസം ആ സൺഡേ എന്നെ ദിവ്യ ഇങ്ങനെ വിളിച്ചു, അവൻ രാവിലെ എണീറ്റപ്പോൾ മുടി വെട്ടണമെന്ന് പറഞ്ഞു മകൻ. നല്ല പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ രണ്ടുപേരും പോയി അവൻ്റെ മുടി നന്നായിട്ട് വെട്ടി. അതൊക്കെ ഇന്നത്തെ കാലത്ത് ദിവ്യയും മകനും ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ എൻജോയ് ചെയ്യുന്നു, ഞാനും അത്യാവശ്യം എൻജോയ് ചെയ്യുന്നു. അത് പല ആളുകൾക്കും വലിയ ഇൻസ്പിറേഷൻ ആവുന്നുണ്ട്. പക്ഷെ എനിക്കതിനകത്തൊരു പോസിറ്റീവ് സൈഡ് കാണുന്നത്, ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ, ദിവ്യയെപ്പോലത്തെ ഇത്രയും ബിസി ആയിട്ടുള്ള ഒരാൾ മകനോടൊപ്പം ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നത് തന്നെ എന്ന് വെച്ചാൽ അതിൽ കാണുന്നതിനപ്പുറമാണ്. ദിവ്യ ഓഫീസിൽ നിന്നാൽ പിന്നെ ഒരു 3-4 hours അവൻ്റെ കൂടെ തന്നെയാണ്. സൺഡേ ഞാൻ ആറ്റം ബോംബ് പൊട്ടിയാലും വെളിയിറങ്ങത്തില്ല, മകൻ്റെ കൂടെയാണ്. അപ്പോൾ അത് വളരെ ഇൻസ്പിറേഷനാണ്. പല ആളുകളും ജോലിയുള്ള അമ്മമാർക്ക് മക്കളെ കാണാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ മദർഹുഡ് ഇസ് ഗുഡ് എന്നുള്ള ദിവ്യയുടെ നിലപാടാണ്. ലോട്ട് ഓഫ് പീപ്പിൾ അതവരുടെ ഇഷ്ടം പറയാറുണ്ട്. നമുക്കിപ്പം നോ കിഡ്സ് ആയിട്ടുള്ള ഡബിൾ ഇൻകം ഡിങ്സ് ഇഷ്ടംപോലുള്ള നമ്മുടെ ജനറേഷൻ, അത് അവരുടെ താല്പര്യം, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഐ എം എൻജോയിങ് മദർഹുഡ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ടു ഈച്ച് പേഴ്സൺ ഈസ് ഓൺ. പക്ഷേ ശരിയാണ്, നമ്മൾ എന്ത് ചെയ്താലും 2 വട്ടം ആലോചിക്കണം. അത് എൻ്റെ ഒരു പ്രശ്നം, ഞാൻ ഒത്തിരി ആലോചിക്കും, ഓവർ അനലൈസ് ചെയ്യും. ദിവ്യ അത് അങ്ങനെ ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല, എനിക്കിപ്പോൾ ഒരു പോസ്റ്റ് ഇടണം എന്നാൽ ഇട്ടോളും. വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയങ്ങൾ പങ്കുവയ്ക്കുന്ന പോസ്റ്റൊക്കെ ആവുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കിടയിൽ ചർച്ചയാവാറുണ്ട്? അത് തീർച്ചയായിട്ടും ചർച്ചയാവാറുണ്ട്. ചില കാര്യങ്ങൾ ഓപ്പണായിട്ട് നമ്മൾ അതങ്ങനെ വേണമായിരുന്നോ വേണ്ടായിരുന്നുള്ള ഡിസ്കഷൻസ് നടക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഏതൊരു ഹെൽത്തി ദാമ്പത്യം ഈ പഴയ കാലം പോലെയല്ല. അത് ഞാൻ ആക്ച്വലി എന്നോട് എൻ്റെ പഴയൊരു ഫ്രണ്ട് പറഞ്ഞതാണ്, പഴയൊരു അന്നക്കാലത്തെ ഒരു ഗേൾ ഫ്രണ്ട് പറഞ്ഞതാണ്, ഈ റിലേഷൻ എന്ന് വെച്ചാൽ ശബരി നമ്മൾ കയ്യിൽ മണ്ണ് വെക്കുന്നവരാണ്. അതിനെ ഒത്തിരി നമ്മൾ ഇറുക്കി പിടിച്ചാൽ പോവും, ഒത്തിരി ലൂസാക്കി വിട്ടാലും അതൊക്കെ പോകും. സോ ബി അറ്റ് പീസ് വിത്ത് യുവർ സെൽഫ്. അപ്പോൾ നമ്മൾ അതിനകത്ത് വളരെ സോർട്ടഡാണ്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ദിവസവും എന്തായെന്ന് വിളിച്ച് ചോദിക്കാറില്ല. ട്രാവലിംഗ് ആണെങ്കിൽ ദിവ്യ അങ്ങനെ ചോദിക്കാറില്ല. പലപ്പോഴും നമ്മൾ അടുത്തടുത്ത മുറി ഇരുന്നത് വാട്സാപ്പായിരിക്കും. പക്ഷെ നമ്മുടെ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷനും ആൻഡ് വി ആർ അറ്റ് പീസ് വിത്ത് ഈച്ച് അതർ. സോ ആത്യന്തികമായി നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, ഒരു പരിധി വരെ ബന്ധുക്കളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ തന്നെ ബന്ധുക്കളടക്കം പല ആളുകളും ഇങ്ങനെ ചോദിക്കാറുണ്ട്, അങ്ങനെ മുടി വെട്ടുന്നത് ഇങ്ങനെ ആണോ അതിങ്ങനെയാണോ. നമ്മൾ വി ആർ അറ്റ് പീസ് വിത്ത് ഈച്ച് അതർ. സോ ഇറ്റ്സ് വെരി ഗുഡ് ആൻഡ് വി ആർ വെരി കണ്ടൻറ്റ് വിത്ത് ഈച്ച് അതർ. ഇനി നമുക്ക് കുറച്ച് പൊതുകാര്യങ്ങൾ പറയാം. ശബരിനാഥ് എന്ന വ്യക്തിക്ക് തിരുവനന്തപുരത്തോട് നഗരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു സാധനം നമുക്ക് മിസ്സിംഗ് ഇല്ലേ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഭംഗിയായേനെ എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ തിരുവനന്തപുരത്തെ കുറിച്ച് പറയുമ്പം ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്രയധികം സാധ്യതകളുള്ള വേറൊരു നഗരം ഇവിടെയെങ്ങുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നല്ല രീതിയിലുള്ള ഉപരിപഠന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഏറ്റവും നല്ല ഹ്യൂമൻ റിസോഴ്സസ് ടാലൻറ്റ് പൂൾ, ഏറ്റവും നല്ല ടൂറിസ്റ്റ്, കോവളം പോലത്തെ വർക്കല പോലത്തെ പൊന്മുടി പോലത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, ടെക്നോ പാർക്ക് പോലത്തെ ഒരു സ്ഥാപനം, നമുക്ക് ഏറ്റവും നല്ല മെഡിക്കൽ ഫെസിലിറ്റീസ്, ഒരു എയർപോർട്ട്, സിറ്റിയുടെ നടുവിൽ എയർപോർട്ട്, രാവിലെ എണീറ്റ് ഉറക്കം തൂങ്ങി 10 മിനിറ്റ് എത്താൻ പറ്റുന്ന സിറ്റി എന്നുള്ളൊരു എയർപോർട്ട്,
ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര വിഴിഞ്ഞം പോലത്തെ ഫ്ലറിഷ് ചെയ്യുന്ന ഒരു പോർട്ട്. അപ്പം ഞാൻ പറയുന്നത് തിരുവനന്തപുരത്തിന് നമുക്ക് ഈ സിംഗപ്പൂർ മോഡലോ വേറൊരു മോഡലോ നോക്കേണ്ട ആവശ്യമില്ല. ട്രിവാൻഡ്രം തന്നെ ഇസ് എ മോഡൽ ഇൻ ഇറ്റ് സെൽഫ്. അതിലേക്ക് കൊണ്ടുവരാനുള്ളൊരു വിഷൻ ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എനിക്ക് തോന്നുന്നു ശരിയായ രീതിയിൽ നമ്മൾ ഈ പോർട്ടും നമ്മുടെ ടെക്നോ പാർക്കും നമ്മുടെ സയൻസും റിസർച്ചും ഇവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസും നമ്മുടെ ആളുകൾ തിരികെ തിരുവനന്തപുരത്തിൽ വന്നാലൊക്കെ തന്നെ തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 സിറ്റി ആക്കാനുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ട്രിവാൻഡ്രത്തിന് ഫൈറ്റ് ചെയ്യുന്ന ആളുകൾ വേണം. അപ്പോൾ എനിക്കതിന് എൻ്റെ ചോരത്തിറപ്പുണ്ടായിട്ടുണ്ട്. കാരണം വിഴിഞ്ഞം പദ്ധതി സാങ്ഷനായി പുതിയ ഒത്തിരി കമ്പനീസൊക്കെ വരുമ്പം സർക്കാർ അവർക്ക് സ്ഥലം കാണിക്കുന്നത് കഞ്ചിക്കോട് ഫാക്ടറിയിലും കളമശ്ശേരിയിലും ഒക്കെയാണ്. എന്തുകൊണ്ട് നമുക്ക് ഈ പോർട്ടിനോട് ചേർന്നുള്ള ഒരു 40-45 കിലോമീറ്റേഴ്സ് ദൂരത്തിനകത്ത് ഇത്രയും റേഡിയസിനകത്ത് സർക്കാർ തന്നെ സ്ഥലം അക്വയർ ചെയ്ത് അവിടെ കമ്പനീസ് വന്നുകൂടെ? ഇത്ര ആൾക്ക് ജോലി കിട്ടും. നാളെ നമ്മളത് ചെയ്തില്ലെങ്കിൽ തൊട്ടപ്പുറത്ത് തമിഴ്നാട് ഇപ്പോഴേ സ്ഥലം ഉണ്ടാക്കിയേക്കാണ്. അപ്പം അതുകൊണ്ട് തിരുവനന്തപുരത്തിലെ എനിക്ക് തോന്നുന്നു നമുക്ക് ആവശ്യമുള്ളത് ഇത്രയും സംവിധാനങ്ങളുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തുള്ള ആളുകൾക്ക് തിരുവനന്തപുരത്ത് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ആഗ്രഹം ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നല്ല ക്വാളിറ്റി ജോബ്സ് ഉണ്ടാകണം. ഇപ്പോൾ എൻ്റെ കൂടെ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച എൻ്റെ ഇലക്ട്രിക്കൽ ബാച്ചിൽ 100 പേരിൽ ഒരു 15-20 ആൾക്കാരെ ട്രിവാൻഡ്രത്തുള്ളൂ. ബാക്കി എല്ലാവരും വെളിയിലാണ്. ആൻഡ് ദേ ആർ ഫ്ലറിഷിങ് ഡൂയിങ് ഗുഡ് തിങ്സ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ആളുകളെ നമുക്ക് ഉപയോഗിച്ചുകൂടാന്നുള്ളതാണ്. അവർക്കെല്ലാം ഈ തിരുവനന്തപുരം നൊസ്റ്റാൾജിയ ഒത്തിരിയുള്ള ആളുകളാണ്. അപ്പോൾ തിരുവനന്തപുരത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട്. വേണ്ടത് ഒരു തിരുവനന്തപുരത്തെ ഈ പോർട്ടൊക്കെ ഉള്ളത് കൊണ്ടും ഈ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സും നമ്മുടെ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡെവലപ്മെൻറ്റ് സർജ് ഉണ്ടാകണം. ഞാൻ ഈ അടുത്ത കാലത്ത് എറണാകുളത്ത് ഞാൻ ട്രെയിനിൽ വന്നപ്പം അവിടുത്തെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പുള്ളി വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്, നമ്മളൊക്കെ ഇനിയും നോക്കുന്നത് ട്രിവാൻഡ്രമാണ് ആസ് എ നെക്സ്റ്റ് പ്ലേസ് എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു മോട്ടോ ആയിട്ട് എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഭാവിയിൽ ഒരു തിരുവനന്തപുരം എന്നുള്ള ആഗ്രഹം ഞാൻ പറയുന്നത്. തിരുവനന്തപുരം കൾച്ചറലി ഓൾസോ നമ്മൾ പഴയ ചരിത്രം വായിക്കുകയാണെങ്കിൽ 1921 ഐ തിങ്ക് വൺ ഓഫ് ദ ഫസ്റ്റ് മുനിസിപ്പാലിറ്റീസ് ഉണ്ടായിട്ടുള്ള ട്രിവാൻഡ്രമാണ്. 1932 ടാറ്റ എയർലൈൻസ് പരീക്ഷണ ഓട്ടം നടത്തിയപ്പം എനിക്കൊന്ന് അന്ന് മെയിലാണ് വന്നത് ഈ കാർഗോ. അത് കറാച്ചിയിൽ നിന്ന് അവർ ബോംബെ വന്നു. ബോംബെയിൽ നിന്ന് ദേ വെന്റ് ടു അഹമ്മദാബാദിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഈ കർണാടക ഭാഗത്തൂടെ പോയിട്ട് ആ ഫ്ലൈറ്റ് വന്ന് നമ്മുടെ മഹാരാജാവിൻ്റെ ഒക്കെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ട്രിവാൻഡ്രത്താണ് വന്നത്. അവിടെ ഇരുന്നതിൽ നമ്മൾ പിന്നോട്ട് പോയി. ഓക്കെ, ഇനി ഒരു നഗരപിതാവുകയാണെങ്കിൽ ഞാൻ കുറച്ച് ഏരിയാസ് ചോദിച്ചോട്ടെ. അവിടെ എന്താണ് ഒരു വിഷൻ? തിരുവനന്തപുരം നഗരത്തിലെ ടൂറിസം സാധ്യതകൾ എന്തൊക്കെയാണ്? അത് നഗരത്തിൻ്റെ ടൂറിസം സാധ്യതകളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ടല്ലോ. അത്തരത്തിൽ ചെയ്യാൻ പറ്റുന്ന പല സ്ഥലങ്ങളും ഇവിടെയുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ പെയിൻ ചെയ്യുന്നൊരു കാര്യം, നമുക്ക് മാത്രമുള്ളൊരു ചരിത്രമാണ് നമ്മുടെ ഈ ഫോർട്ടെന്ന് പറയുന്നത്. നമ്മുടെ ഫോർട്ടെന്ന് വെച്ചാൽ പത്മനാഭസ്വാമി ക്ഷേത്രം ചുറ്റുമുള്ള ആ ഒരു മതിൽക്കെട്ടാണ്. നമ്മൾ ജയ്പൂരിൽ പോവുകയാണെങ്കിൽ വാൾ സിറ്റി ഉണ്ട്, അതിനപ്പുറത്തെ സ്ഥലമുണ്ട്. വാൾ സിറ്റിക്കകത്ത് ചില ഡിസൈൻ പാരാമീറ്റേഴ്സൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് നമ്മുടെ ഫോർട്ടിൽ കൂടെ പോവുകയാണ്, നമ്മൾ ഏതെങ്കിലും കോട്ടയിൽ കൂടെ ഇറങ്ങുകയാണെങ്കിൽ ആ പഴയ കല്ലുള്ള അതിനപ്പുറത്ത് ചിലപ്പോൾ ഒരു ചായത്തട്ട് കാണും, അല്ലെങ്കിൽ വേസ്റ്റ് ഇട്ടേക്കാരും. എന്തുകൊണ്ട് ഈ ഫോർട്ടിനെ ഡിമാർക്കേറ്റ് ചെയ്ത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ചെയ്തിട്ട് ഒരു ഫോർട്ട് ബേസ്, നാളെ നമ്മൾ അവിടെ ഒരു കോബിൾ സ്ട്രീറ്റിൽ ഇവിടെ പാരീസിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ യൂറോപ്പിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്കോട്ട്ലൻഡിൽ പോവുകയാണെങ്കിലൊക്കെ ഈ കോബിൾ സ്ട്രീറ്റ്സിലൂടെ ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെന്തുകൊണ്ട് ആ ഫോർട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ഫോർട്ടിൻ്റെ ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വെളിയിൽ നിന്നുള്ള വലിയ ബിൽഡിങ്ങോ വലിയ ഇതുണ്ടാകാതെ അത് തന്നെ അത് ചില ഭാഗങ്ങൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഫോർട്ടെന്നൊരു സാധ്യത ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടൊരു സിറ്റി ബേസ്ഡ് ടൂറിസം കാര്യങ്ങൾ ചെയ്യാനുള്ള വലിയ സാധ്യതകൾ നമുക്കുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, നഗരം എന്ന് പറയുമ്പോൾ എനിക്ക് ഫോർട്ട് പെട്ടെന്ന് ഒരു ഫോർട്ട് ബ്യൂട്ടിഫിക്കേഷൻ നടത്തി നമ്മൾ ഒരു പരിധി വരെ ഡൽഹിയിലെ കാണുന്ന പോലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ബോംബെയിൽ നമ്മൾ സൗത്ത് ബോംബെയിൽ ഒരു ആ ഫോർട്ടും, ഇത്രയും തിരക്കുള്ള ബോംബെയിൽ നമ്മൾ സൗത്ത് ബോംബെ പോവുകയാണെങ്കിൽ വളരെ ബന്ധമുള്ള സ്ഥലമാണ്. ആ കാലാഹോടയും ആ ഫോർട്ടും ഫൗണ്ടനും കൊളാബയും ഒക്കെ ഉള്ള ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പാരഡൈസാണ്. അതുപോലെ നമുക്ക് ആ ഫോർട്ടിൻ്റെ അവിടെ പഴയ അഗ്രഹാരങ്ങളുണ്ട്, അമ്പലങ്ങളുണ്ട്, നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, സ്ട്രീറ്റുകളുണ്ട്. അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ എനിക്ക് ഫോർട്ട് തിരുവനന്തപുരം
നമ്മുടെ ഈ ഫോർട്ട് ഏരിയ എന്ന് പറയുന്നതിന് നമ്മുടെ ഒരു കൾച്ചറൽ നമ്മുടെ ഒരു ഇഥോസിൻ്റെ ഭാഗമായിട്ട് കാണിച്ച് ക്ഷേത്രവുമൊക്കെ ചേർന്ന് അതിന് വല്ലാത്തൊരു ശക്തിയാണതിന്. അത് കാണാൻ വേണ്ടി ആളുകൾ വരും. അപ്പോൾ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു ഹൃദയവും ചരിത്രം നോക്കുകയാണെങ്കിൽ അതാണ്. അത് നമുക്ക് തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യമാണത്. അതുപോലെ തന്നെ അങ്ങയുടെ ഒരു അടുത്തിലുള്ള ഒരു സ്പീച്ചിൻ്റെ താഴെ വന്നിട്ട് കുറച്ച് കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിച്ചു. മേയറാവുകയാണെങ്കിൽ ഈ വെള്ളക്കെട്ടിനൊരു പരിഹാരം ഉണ്ടാക്കി തരണേ. വെള്ളക്കെട്ടിന് മെയിൻ പ്രശ്നം അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് ശ്രീ ബിജു പ്രഭാകരനുള്ളപ്പോഴത്തേക്കും ഓപ്പറേഷൻ അനന്ത നടത്തി. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വിജയകരമായിരുന്നു. ലോട്ട് ഓഫ് കോൺട്രവേഴ്സീസ്, ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നഗരം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ വി ഷുഡ് ഹാവ് ഡെഫിനറ്റീവ് ഒരു ഫ്ലഡ് മിറ്റിഗേഷൻ പ്ലാൻ. അത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ ചേർന്ന് ഒരു ഫ്ലഡ് മിറ്റിഗേഷൻ പ്ലാൻ, അതൊരു രാഷ്ട്രീയമോ ഒരു ഐഡിയോളജിക്കൽ ബാഗേജോ ഇല്ലാതെ എല്ലാവരോടും സപ്പോർട്ട് ചെയ്യണം. അതിന് പൊളിറ്റിക്കൽ നേതൃത്വം സപ്പോർട്ട് ചെയ്യണം, വ്യാപാരികൾ സപ്പോർട്ട് ചെയ്യണം, ജനങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാരണം തിരുവനന്തപുരത്ത് പഴയ പോലെയല്ല, മഴയുടെ തീക്ഷ്ണത കൂടുമ്പോൾ പഴയ പോലെ എല്ലാം വെള്ളക്കെട്ടില്ല, എന്നാലും വെള്ളക്കെട്ട് നന്നായിട്ടുണ്ടാകുന്നുണ്ട്. അതൊരു നമുക്ക് 1932 എന്തോ സ്യൂവേജ് പ്ലാനൊക്കെ നമുക്കുള്ളതാണ്. അതിന് ടെക്നിക്കലായിട്ടുള്ള സൊല്യൂഷൻ ഒരു ഓപ്പറേഷൻ അനന്ത 2 പോലത്തെ ഒരു കാര്യം ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം നമ്മൾ പെയിൻസ് ഇത്രയും നല്ലൊരു നഗരത്തിൽ എൻ്റെ ഫ്രണ്ട്സ് പറയും ഒരു പോസിറ്റീവ്, ഇത്രയും നല്ല ഫുട്പാത്തുള്ള നഗരം, പെഡസ്ട്രിയൻ ഫ്രണ്ട്ലി ആയിട്ട് നഗരം വേറെയില്ല. പക്ഷെ നമ്മൾ ഈ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ വെള്ളക്കെട്ടിൻ്റെ വീഡിയോ, മഴ പെയ്താൽ 3-ാം പക്കം വെള്ളക്കെട്ടൊരവസ്ഥ അത് ശോഭ കെടുത്തി കളയുന്നതാണ്. അതൊരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് ഈ വെള്ളക്കെട്ടെന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ അനന്ത നമ്മുടെ നഗരഹൃദയത്തെ ശരിയാക്കുന്നതിനോടൊപ്പം നമ്മുടെ ടൗണിലെ ചേരി പ്രദേശങ്ങൾ, കോളനികളടക്കം ലോ ലൈയിങ് പ്ലേസസിൽ, ബണ്ട് മേഖലയിലൊക്കെ ആളുകൾക്കും സൊല്യൂഷൻ ഉണ്ടാകണം. അത് കേവലം നഗരത്തിലെ ആളുകൾക്ക് മാത്രമല്ല. അതാ പറഞ്ഞത് എൻ്റെ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ ഈ സിറ്റി ബ്യൂട്ടിഫിക്കേഷൻ്റെ എൻഡ് ഓഫ് ഡേ ബെനിഫിഷ്യറീസ് അവിടെയുള്ള സാധാരണക്കാരായിരിക്കണം എന്നുള്ളത് വളരെ ഒരു സോഷ്യൽ ഡെമോക്രാറ്റ് ഒരു ലൈനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സാധാരണക്കാർക്കും അതിന് ഗുണം ഉണ്ടാകണം. അത് ചെയ്യാൻ കഴിയും. പക്ഷേ അതിനകത്തൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ടാകാൻ പാടില്ല. അതാണ് വൺ ഓഫ് ദ ഫസ്റ്റ് തിങ്സ് ടു ബി ഡൺ. ശബരിനാഥ് എന്ന വ്യക്തിയുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കണം എൻ്റെ നഗരത്തിൽ എന്നുള്ള ഐഡിയോളജി എന്താ? അത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പല സൊല്യൂഷൻസും ഉണ്ട്. ഈ പുതിയ ടെക്നോളജിയുടെ കാലത്ത് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ട്രിവാൻഡ്രത്ത് ഇപ്പോൾ നടക്കുന്ന നമ്മുടെ പാവപ്പെട്ട ഹരിതകർമ്മ സേനക്കാരൊക്കെ നല്ല ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ആത്യന്തികമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഇപ്പം എൻ്റെയും ഇയാളുടെയും വീട്ടിൽ നിന്നൊക്കെ വേസ്റ്റ് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അല്ല സെഗ്രിഗേറ്റ് ചെയ്ത് വേസ്റ്റ്, അത് മറ്റേ ഫുഡ് വേസ്റ്റ് അല്ലാതെ ഹോട്ടൽ വേസ്റ്റ് വേറെ പോകുന്നു. ഇപ്പോൾ ഈ നഗരത്തിലെ ഹോട്ടൽ വേസ്റ്റ് എല്ലാം കൂടെ പോകുന്നത് തമിഴ്നാട് ബോർഡറിലുള്ള സ്ഥലങ്ങളിലാണ്. നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് പലതും ക്ലീൻ കേരള കൊണ്ടുവന്നു. പക്ഷേ ആത്യന്തികമായി ആ വേസ്റ്റ് എന്ന് പറഞ്ഞത് തിരുവനന്തപുരത്ത് നിന്ന് അതിൻ്റെ സബർബ്സിലേക്ക് തമിഴ്നാട്ടിലോട്ടാണ് പോകുന്നത്. നാടുകടത്തുക ചെയ്യുന്നത്. ഈ നാടുകടത്തൽ, ഇത് സ്വദേശോപാനെ കൊണ്ട് നാടുകടത്തിയതുപോലെ ഈ വേസ്റ്റ് നാടുകടത്തലല്ല വേസ്റ്റ് മാനേജ്മെൻറ്റ്. വേസ്റ്റിന് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അതിൻ്റെ പ്രോസസ്സും അതിൻ്റെ ടെക്നോളജിയൊക്കെ ഉണ്ട്. ഈ നാടുകടത്തി നമ്മൾ ഈ വീട്ടുകാർ എന്താ പറയുക, ഇടയ്ക്ക് ട്രംപ് സബർമതി വന്നപ്പോൾ അവിടുത്തെ ആളുകളെ മറച്ചതുപോലെ വിൻഡോ ഡ്രസ്സിങ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ബന്ധുക്കളാരെങ്കിലും വന്ന് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ബന്ധുക്കൾ വരുമ്പോൾ നമ്മൾ എല്ലാം മറച്ചു വെച്ചൊരു ഷീറ്റ് വെക്കുന്ന പോലെ അല്ല വേസ്റ്റ് മാനേജ്മെൻറ്റ്. അതിന് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് വേണം. അതുപോലെ തന്നെ ഈ നഗരത്തിൻ്റെ സൗന്ദര്യവൽക്കരണം എങ്ങനെയായിരിക്കണം തിരുവനന്തപുരം നഗരം? തിരുവനന്തപുരം വളരെ സുന്ദരിയായിട്ടുള്ള ഒരു നഗരമാണ്. മറ്റേഴ് നഗരത്തെക്കാളും കൂടുതൽ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പം ഈ സിറ്റി എന്നുള്ളത്. പക്ഷേ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് നമ്മളീ കാണുന്ന പഴയ രാജവീതി, കവടിയാർ, വെള്ളയമ്പലം, വഴുതക്കാട്, ഈ പാളയം, അതല്ല അപ്പുറത്തോട്ടുള്ള സ്ഥലങ്ങൾ, അഞ്ചൂരാകട്ടെ, പേട്ടയാകട്ടെ, നമ്മൾ കോർപ്പറേഷൻ പറയുന്ന ഈ ടെക്നോ പാർക്കിൻ്റെ ഭാഗങ്ങളാകട്ടെ, ഇപ്പം അവിടെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് തോന്നുന്നു. ട്രിവാൻഡ്രത്ത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു റോഡ് എൻ്റെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ അവന്യൂ പോലെ കന്നഡി വരുന്ന റോഡ് നമ്മുടെ ഈ കാര്യവട്ടം ക്യാമ്പസ് മുതൽ നമ്മുടെ കഴക്കൂട്ടം പറയുന്ന റോഡാണ്. പാങ്ങപ്പാറ മുതൽ നല്ല സീനിക്കായിട്ട് വളവ്, തിരിവ്, സ്പേസ് ഉണ്ട്, ക്യാമ്പസ് ഉണ്ട്, അതിനപ്പുറത്ത് സ്റ്റേഡിയം ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ കവടിയാർ റോഡ് പോലെ ഈ രാജഭരണത്തിന് ശേഷം, ജനാധിപത്യം വന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു അവന്യൂ പോലത്തെ റോഡ് ആ റോഡാണ്. പാരലായിട്ടുള്ള ടെക്നോ പാർക്ക്, നമ്മുടെ NH 66 റോഡാണ്. അപ്പോൾ അതൊക്കെ നഗരത്തിൻ്റെ സൗന്ദര്യവൽക്കരണം, അങ്ങനെയൊക്കെ നമ്മൾ സൗന്ദര്യവൽക്കരണം സ്ഥിരം ഒരേ സ്ഥലത്താണ് ചെയ്യുന്നത്. ഇപ്പോൾ എന്തുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്നത് മാനവീയത്തിലാണ്, അല്ലെങ്കിൽ കവടിയാറാണ്, വഴുതക്കാടാണ്, കെൽട്രോണിൻ്റെ റോഡാണ്, അല്ലെങ്കിൽ ഈ റോഡാണ്. അത് മാറി ഈ നഗരം എന്ന് വെച്ചാൽ ആ
കോറ് മാത്രമല്ല, അതിനപ്പുറത്തോട്ടും സൗന്ദര്യവൽക്കരണം ഉണ്ടാകണം, പെഡസ്ട്രിയൻ ഫ്രണ്ട്ലി ആയിരിക്കണം. ഇപ്പം എനിക്ക് തന്നെ നമ്മുടെ ആ കൊട്ടിഘോഷിച്ച സ്മാർട്ട് സിറ്റി റോഡ് 350 കോടി രൂപയ്ക്ക് വർക്ക് ചെയ്ത് ഡക്റ്റൊന്നുമില്ല, ഡക്റ്റിൽ കൂടെ ചെയ്തതിനെയും മുകളിൽ ഓവർ ഹെഡില്ലാന്ന് പറഞ്ഞ റോഡ് ആ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞത് പൊട്ടി വീണ്ടും നമ്മൾ കുഴിക്കേണ്ടി വന്നു. പക്ഷേ എനിക്ക് ഏറ്റവും അതിനകത്ത് കോമഡി ആയിട്ട് തോന്നി ആ റോഡ് നമ്മൾ വെള്ളയമ്പലം തൊട്ട് വെള്ളയമ്പലം അയ്യങ്കാളി പ്രതിമയുടെ അവിടെ തൊട്ട് നമ്മളൊന്ന് ഈ തൈക്കാട് വരെ പോകുമ്പം ആ റോഡിൻ്റെ സൈഡിൽ ഇപ്പം എൻ്റെ ഈ ഷർട്ടിൻ്റെ നിറമുള്ള അല്ലെങ്കിൽ ഈ നിറമുള്ള ഒരു 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 ലെയിൻ വരച്ചിട്ടുണ്ട്. അത് ഈ സൈക്കിൾ ട്രാക്കാണ്. ആ സൈക്കിൾ ട്രാക്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇത്രയും വീതിയാണ്. അവിടെ എല്ലാം വണ്ടി പാർക്ക് ചെയ്തേക്കാണ്. അപ്പോൾ ഇവർ ഈ സ്മാർട്ട് റോഡ് എന്ന് പറയുമ്പം അതിനെനിക്ക് തോന്നുന്നു വേൾഡ് ബാങ്ക് അപ്രൂവ് ചെയ്തതിൻ്റെ ഒരു കണ്ടീഷൻ സൈക്കിൾ ട്രാക്ക് വേണമെന്നുള്ളത്. അവിടെ ഒരു സൈക്കിളും പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ സൈക്കിൾ പോകുന്ന രീതി സൈക്കിൾ ട്രാക്ക് ആക്കണേ. നമ്മുടെ പെഡസ്ട്രിയൻ പാത്തുണ്ട്. പക്ഷെ നമ്മൾ വലിയ യൂറോപ്പിലൊക്കെ പോകുമ്പം സൈക്ലിസ്റ്റിന് കൊടുക്കുന്ന അവർക്ക് കൊടുക്കുന്ന ഒരു പ്രീസിഡൻസ് സൈക്ലിസ്റ്റ് ട്രാക്ക്. ഇവിടെ ഒരു സൈക്കിൾ ഓടിച്ച് പോകാൻ പറ്റത്തില്ല അതിലെ കൂടെ. അപ്പോൾ അതൊക്കെ ഇച്ചിരി ഭാവനാപൂർണ്ണമായിട്ട് ചെയ്യണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ഞാൻ പറയുന്നത്, എനിക്ക് ദൈവം സഹായിച്ച് എൻ്റെ ഭാഗ്യം കൊണ്ട് ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ പല മെട്രോസിൽ താമസിച്ചിട്ടുണ്ട്, ചെറിയ ഗ്രാമങ്ങളിൽ താമസിച്ചിട്ടുണ്ട്, ലോകം കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പം എല്ലാം അമേരിക്കയിലും യു എസിലെയും യൂറോപ്പിലും അല്ലാന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ നല്ലൊത്തിരി മോഡലുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ടി വിയും കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതിൽ ചില നല്ല മോഡലുകൾ അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ ഇപ്പം ഞാനിപ്പോൾ നാളെ തിരുവനന്തപുരത്തിന് മേയർ ആവുകയാണെങ്കിൽ, അഡ്മിനിസ്ട്രേറ്റർ ആവുകയാണെങ്കിൽ, എൻ്റെ ഫസ്റ്റ് ഇൻറ്റേർണൽ തീരുമാനം, ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറയുന്നതൊന്നുമല്ല, എനിക്കെല്ലാം അറിയാവുന്നൊരു അഹങ്കാരം എനിക്കുണ്ടാകത്തില്ല. ഐ ആം വില്ലിങ് ടു ലേൺ. ഞാൻ കാണുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കണ്ട എക്സ്പേർട്സ് ലോകം മൊത്തമുണ്ട്. ഇവിടുത്തെ പ്രശ്നം ഒരു അധികാരത്തെ കിട്ടിയാൽ ഞാൻ പറയുന്നതാണ് കറക്റ്റ്, എനിക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്ന ഒരു നാർസിസം ഉണ്ടാകില്ല എന്ന് ഞാൻ 100% ഞാൻ ഉറപ്പം തരുന്നു. ഐ ആം ഓപ്പൺ ടു ലേൺ, വില്ലിങ് ടു ലേൺ. കൂടുതൽ എക്സ്പേർട്സ് വരണം, കൂടുതൽ നല്ല കാര്യങ്ങൾ നാടിന് എല്ലാവർക്കും വേണ്ടി നടക്കണം. അതിൻ്റെ തുടർച്ചയായിട്ട് ചോദിക്കട്ടെ, നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഇടതിൽ നിന്ന് വലതിലേക്ക് വരുന്നു അല്ലെങ്കിൽ വലതിൽ നിന്ന് ഇടതിലേക്ക് പോകുമ്പോൾ ഈ വികസന തുടർച്ച അല്ലെങ്കിൽ ഈ ഡെവലപ്മെൻറ്റൽ കണ്ടിന്യൂ എന്നുള്ളത് ഏത് പാർട്ടി ആയാലും അതൊരു തുടർച്ചയായി നടക്കേണ്ട ഒരു പ്രോസസ്സല്ലേ? അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് വലുതായിട്ട് വരുമ്പോൾ അതിനെ കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകേണ്ടതാണ്. അല്ലാതെ പാർട്ടി മാറിയത് കൊണ്ട്. പക്ഷേ ആ ഒരു കാലഘട്ടം കുറേയേറെ മാറി. ഇപ്പോൾ കഴിഞ്ഞ UDF സർക്കാർ തുടങ്ങി വെച്ച പദ്ധതിയാണല്ലോ വിഴിഞ്ഞം പദ്ധതി. അതിനെ ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ അടുത്ത സർക്കാരുമായി വീണ്ടും കൊണ്ടുപോകും. അതുകൊണ്ട് ഈ വികസന കാര്യത്തിൽ ഈ രാഷ്ട്രീയം പാടില്ല എന്നുള്ളതിൽ ആ ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അത് തീരുമാനിക്കുന്ന സമയത്ത് നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകണം, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, അതിൻ്റെ ഓഡിറ്റ് ഉണ്ടാകണം. ആ ഓഡിറ്റ് ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കണം, സമരം ചെയ്യണം. പക്ഷേ ആ പദ്ധതിക്ക് നമ്മൾ രാഷ്ട്രീയം പറഞ്ഞ് ബ്ലോക്ക് ചെയ്യാൻ പോകില്ല. കാരണം ഇന്നത്തെ കാലത്ത് ദിവസങ്ങൾ കൊണ്ട് കാര്യങ്ങൾ മാറുന്ന സമയമാണ്. നമ്മൾ ഒത്തിരി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. വി കനോട്ട് അഫോർഡ് ടു ലൂസ് മോർ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. നമ്മുടെ പോർട്ട് തന്നെ എത്രയോ കാലമായിട്ടുള്ള ചർച്ചയാണ്. ഇപ്പോൾ പോർട്ട് നമ്മുടെ വന്നു, നമ്മുടെ 4 വരിപ്പാത എത്രയോ കാലത്തിന് ശേഷം നമുക്ക് വരുന്നു. വാട്ട് എവർ റീസൺസ്, ഇനി നമുക്ക് ഡിലേ ചെയ്യാനുള്ള സമയമില്ല. കാരണം എൻ്റെയൊക്കെ മകൻ്റെ തലമുറ അപ്പം നമ്മളെപ്പോലെ പോലുമല്ല, അക്ഷമരാണ്. അവരെ നമുക്കിവിടെ പിടിച്ചു നിർത്തണമെന്ന് ഞാൻ പറയത്തില്ല, അത് അവരുടെ ഇഷ്ടം. അവരുടെ യൂസ് നമ്മുടെ നാടിനുണ്ടാകണം. ഇപ്പോൾ എനിക്ക് ഏറ്റവും പക്ഷേ എൻ്റെ ബാച്ചിലുള്ള സീറ്റുകൾ മിടുക്കരായിട്ടുള്ള ആളുകളുടെ അവരുടെ മക്കളെല്ലാവരും അവിടെ ജനിച്ച് US സിറ്റിസൺസാണ്. നാളെ അവർക്ക് ഓണത്തിന് അവർ പരിപാടിക്ക് പോകുന്നു, മലയാളം പടം കാണുന്നു, സിനിമ കാണുന്നല്ലാതെ അവരെ കൊണ്ട് നാടിന് ഗുണമുണ്ടാകുന്നത് വളരെ കുറവാണ്. അവർക്കിനി ഒരു തിരിച്ചുവരവില്ല. ദേ ആർ മോർ ബ്രിട്ടീഷ് ഓർ മോർ കനേഡിയൻ ഓർ മോർ അമേരിക്കൻ ഓസ്ട്രേലിയൻ ദാൻ ബീങ് ഇന്ത്യൻ. അവരെ നമുക്കെങ്ങനെ നാടിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതൊരു പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. കാരണം അവരിപ്പോൾ പറയാം, അവരുടെയൊക്കെ മാതാപിതാക്കൾ നാട്ടിലുള്ള സമയത്ത് അവർ നാട്ടിലുണ്ട്, അവർ വരും. അപ്പോൾ മാതാപിതാക്കൾ പോയാൽ പിന്നെ വരും നിർത്തും. എനിക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ഇവിടെ ഉദ്ദേശിക്കുന്നൊരു കാര്യം ഇവിടെയുള്ള പ്രായമുള്ള ആളുകളുടെ വിഷയമാണ്. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഞാൻ കവടിയാറ് പോകുമ്പോൾ എത്രയോ വീടുകളിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് നന്നായിട്ടറിയാം. പക്ഷെ അവരുടെ മക്കളൊക്കെ വെളിയിലാണ്. അപ്പോൾ എത്ര ഹൈ സ്റ്റാൻഡേർഡിലാണെങ്കിലും അവർക്ക് മക്കൾ വിടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ എനിക്കത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയൊക്കെ എനിക്ക് ഏറ്റവും എന്നെ സ്ട്രൈക്ക് ചെയ്തതിൻ്റെ ഒരു ബാച്ച്മേറ്റ്, അവൻ്റെ ഫാദർ വഴുതക്കാട് താമസിക്കുക. അപ്പോൾ അവന് ഉള്ള പ്രശ്നം, അവൻ്റെ അച്ഛനും അമ്മയും ഗുരുവായൂർ പോവാണ്. അപ്പോൾ എന്നെ ഫ്രണ്ട് US നിന്ന് വിളിച്ചു. ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്ത് ഇവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് പലവിടെ നിന്ന് IRCTC കയറിയാൽ ബുക്ക് ചെയ്തു. പക്ഷേ എനിക്ക് സീറ്റ് കിട്ടിയത് 2 പേർക്ക് അപ്പർ ബർത്താണ്.
അവർക്കൊന്ന് ലോവർ ബെർത്ത് ആക്കി കൊടുക്കാമെന്ന് ചോദിച്ചാണ് എന്തെങ്കിലും സംവിധാനം വല്ലതും ചെയ്യാമെന്ന് ചോദിച്ചാൽ എൻ്റെ ഫ്രണ്ട് വിളിച്ചത്. അപ്പോൾ അതിൽ ഒരു നിസ്സഹായാവസ്ഥ ആലോചിച്ച് നോക്കുക. ഒരു മകന് സാമ്പത്തികവും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അമ്മയ്ക്ക് അച്ഛനും ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തു. പക്ഷേ മാതാപിതാക്കൾക്ക് അന്ന് ഗുരുവായൂർ പോലെ അകത്ത് ട്രെയിനിൽ കയറണമെങ്കിൽ കൂടെ ഒരാൾ വന്ന് ആക്കിയാലും ഡ്രൈവർ കൊണ്ട് ആക്കിയാലും അവർക്ക് ഈ അപ്പർ ബർത്ത് ആണെങ്കിൽ നിസ്സഹായരാണ്. ആ ഒരവസ്ഥയിൽ നിന്ന് മാറണം നമുക്ക്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തിൻ്റെ മക്കളെ കൂടുതൽ തിരുവനന്തപുരത്തിന് ആവശ്യമുണ്ട്. അത് നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റിനും നല്ലതാണ്, നമ്മുടെ ഒരു സൊസൈറ്റിയുടെ എന്താ പറയുക ഒരു നിലനിൽപ്പിനും ആവശ്യമുള്ള കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു അതൊരു വലിയ സൊല്യൂഷൻ കൂടിയായിരിക്കുമല്ലോ. ഇപ്പോൾ വീട് കയറി പ്രചരണമൊക്കെ നടത്തുന്നതുകൊണ്ട് അറിയായിരിക്കും, നമുക്കൊരിക്കലും കുട്ടികളോട് നല്ല സാധ്യതകളുള്ള പുറം രാജ്യങ്ങളിലേക്ക് പോരുത്തെന്ന് പറയാനും പറ്റില്ല. പക്ഷേ ഈ പാരൻസിൻ്റെ ഒരു ലോൺലിനെസ് നമ്മൾ കാണുക വേണം. ഇതെങ്ങനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് അതെ ഏറ്റവും അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി അഡ്രസ്ഡ്. ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് പല യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം വെൽക്കമിങ് അല്ലാത്ത ഒരു സമയത്ത് ഇപ്പോൾ ട്രംപിൻ്റെ പല പോളിസീസൊക്കെ ഉള്ളപ്പം നമുക്കെന്തുകൊണ്ട് അതിൻ്റെ ഒരു ഗുണം അതെല്ലാവരും മേയർക്കും ഒരു ജില്ലാ ഭരണകൂടത്തിന് പറ്റത്തില്ല. പക്ഷേ ആ രീതിയിലുള്ള തോട്ട്സ് നമുക്കുണ്ടെങ്കിൽ വി ക്യാൻ റീച്ച് ടു സൊല്യൂഷൻസ് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതൊരു പ്രശ്നമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എനിക്കറിയാം ഇവിടെ എന്തിനാ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്ട്രാക്റ്റായി പോവുകയാണ്. നമ്മുടെ നാട്ടിൽ അംഗൻവാടികൾ തുടങ്ങി എന്താണ് കൊച്ചുകുട്ടികളുടെ ഹെൽത്തും ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ നോക്കാൻ മാതാപിതാക്കൾ ജോലിക്ക് പോകുമ്പോൾ കുട്ടികളെ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഈ വരുന്ന 5 വർഷം 10 വർഷത്തിൽ കേരളത്തിൽ കൊച്ചുകുട്ടികൾക്ക് വാർഡ് തലത്തിൽ അംഗൻവാടികളുള്ളതുപോലെ ഇനിയും കേരളത്തിൽ പ്രായമുള്ള ആളുകൾക്കുള്ള സോഷ്യൽ സ്പേസുകൾ വേണം. വി ഷുഡ് തിങ്ക് ഓഫ് തിങ്സ് ലൈക്ക് ദാറ്റ്. ഐ ഗിവ് എ സ്മോൾ എക്സാമ്പിൾ. നമ്മുടെ കുട്ടികൾ ക്രിയേറ്റീവ്ലി ഭയങ്കര സ്മാർട്ടാണ്. നമ്മുടെ ഈ കാണുന്നവരും നാളെ ക്രിയേറ്റീവായി കാര്യങ്ങൾ ചെയ്യാനുള്ള സ്പേസുകൾ എന്തുകൊണ്ട് കോർപ്പറേഷൻ കൊടുത്തുകൂടാ? കോർപ്പറേഷനൊരു പേ ആൻഡ് പാർക്കിംഗ് കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ കോർപ്പറേഷൻ ഒരു കല്യാണ ഹാള് റെൻറ്റിന് കൊടുക്കുന്ന പോലെ, വൈ കാൻറ്റ് ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഹാവ് ഒരു എൻ്റർടൈൻമെൻറ്റ് ഹബ് പോലത്തെ സ്ഥലം വേർ യു ഗൈസ് കം ഗെറ്റ് കണക്റ്റഡ്, മേക്ക് യുവർ പോഡ്കാസ്റ്റ് ആൻഡ് ഗോ. വൈ പേ റെൻറ്റ് ടു എ പ്രൈവറ്റ് പേഴ്സൺ? ഐ ജസ്റ്റ് തിങ്കിങ് ഔട്ട്. അപ്പോൾ ഇങ്ങനത്തെ സാധ്യതകളൊക്കെ വരണം എന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ. അല്ലെങ്കിൽ നമ്മുടെ ഗിഗ് വർക്കേഴ്സ്, സ്വിഗ്ഗിയും ഇവരൊക്കെയുള്ള ആൾക്കാർക്ക് അവർക്ക് വന്നിരിക്കുമ്പോൾ അവർക്ക് വന്ന് നമ്മളെന്തുകൊണ്ടാണ് MLA മാരും MP മാരും ബസ് സ്റ്റോപ്പുകൾ വെക്കുന്നത്? കാരണം നാട്ടുകാർ വന്ന് കൂടുമ്പോൾ അവർക്ക് ഇരിക്കാൻ ബസ് സ്റ്റോപ്പ് വേണം. ഇന്ന് ഏറ്റവും കൂടുതൽ ജംഗ്ഷനിൽ പോയി കൂടിയിരിക്കുന്ന ആൾക്കാർ നമ്മൾ വെള്ളയമ്പലത്ത് പോയാലും കുറവക്കോണത്ത് പോലും ആരാ? നമ്മുടെ സ്വിഗ്ഗി സൊമാറ്റോ ചേട്ടന്മാരല്ലേ. അത്ര ആളുകൾ ഇരിക്കുമ്പോൾ അവർക്കൊരു വെയിറ്റിംഗ് സ്പോട്ട് ഉണ്ടാക്കിയ കുഴപ്പം എന്താണ്? അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, പല നമ്മുടെ ചുറ്റും കാണുന്ന ജനറലായി കാണുന്ന പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്തിയാൽ തന്നെ പകുതി വിഷയം കഴിയുന്ന എൻ്റെ വിശ്വാസം. അപ്പം അങ്ങനത്തെയൊക്കെയുള്ള കാഴ്ചപ്പാടായിട്ടാണ് പോകുന്നത്. ലെറ്റ്സ് സീ ഹൗ തിങ്സ് ഹാപ്പൻ. തിരുവനന്തപുരത്തുകാർ എക്സൈറ്റഡായി അറിയാൻ കാത്തിരിക്കുന്ന ഒരു കാര്യം, ഈ മെട്രോ തിരുവനന്തപുരത്തിൻ്റെ തലവര മാറ്റുമോ? മെട്രോ തലവര പണ്ടേ മാറ്റേണ്ടതായിരുന്നു. ഈ 2015 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന സമയത്താണ് ലെറ്റ് മെട്രോയ്ക്കുള്ള ഇതുപോലൊരു പേപ്പർ വന്നത്. ഇപ്പോൾ 10 വർഷങ്ങൾക്ക് പഠനങ്ങളും റൂട്ടും അലൈൻമെൻറ്റും ചർച്ചയൊക്കെ കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷം ഞാൻ നിരുത്സാഹപ്പെടുത്തുകയല്ല, വന്നിട്ടിരിക്കുന്നത് ഒരു ഡോക്യുമെൻ്റാണ്. എന്നുവെച്ചാൽ മെട്രോ ചെയ്യാൻ തീരുമാനിക്കുന്നു. ആ തീരുമാനിക്കുന്ന മെട്രോയുടെ റൂട്ട് XYZ ആണ്, ഫേസ് 1 ഇതാണ്, ഫേസ് 2 ഇതാണ്, KMRL കൊണ്ട് പഠിപ്പിക്കാൻ വെച്ചിരിക്കുന്നു. ശരിക്കും വന്നിട്ടുള്ളത് ആ ഒരു ഡോക്യുമെൻ്റാണ്, ഇൻ പ്രിൻസിപ്പൾ അപ്രൂവലാണ്. അതിന് എത്ര കോസ്റ്റ് ഉണ്ടാകുമെന്നോ വയബിലിറ്റി എന്താണെന്നുള്ള കാര്യം ഒന്നും അതിനകത്ത് വന്നിട്ടില്ല. സോ ഇറ്റ്സ് എ ലോങ് ജേർണി ആയിട്ട്. ഇത് ഈ കോർപ്പറേഷൻ ഇലക്ഷന് മുമ്പ് വലിയ ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയ സ്പേസിലും നമ്മുടെ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ നമ്മുടെ ഈ ട്രിവാൻഡ്രത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്, പേജുകളൊക്കെ ഉണ്ട്, കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ നിരന്തരം ചോദ്യങ്ങൾ വന്നപ്പം ആ ഒരു തീരുമാനം ഓൺ പേപ്പറാക്കി. എന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരു തീരുമാനമെടുത്തു. ഇനി എത്രയും പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ റൈഡർഷിപ്പും ബാക്കി കാര്യങ്ങളും നോക്കി അത് പണി തുടങ്ങുമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്തായാലും അതിനുള്ള കാര്യങ്ങൾ എക്സ്പെഡൈറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ വന്ന പേപ്പർ കൊണ്ട് ഒരു ഫിനാൻഷ്യൽസ് പോലും എഴുതാത്ത ഈ പേപ്പർ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ ഞാനത് പോസിറ്റീവ് സെൻസിൽ ഗവൺമെൻറ് സ്പീഡ് ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ സപ്പോർട്ടും UDFൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതുപോലെ ഞാൻ പലയിടത്തും ശബരിനാഥ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോഴത്തെ യുവാക്കൾ വാട്സപ്പിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സൂളുകൾ അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ ഒരു പബ്ലിസിറ്റിയൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നു, പഠനം എന്നുള്ളത് പുറകിലേക്ക് പോകുന്നു എന്നുള്ളത്.
എങ്ങനെയാണ് ഒരു പഠിച്ചൊരു കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്? അത് യുവാക്കൾ മാത്രമല്ല, ഇപ്പം പല ആളുകളും റെസ്പോൺസിബിൾ പൊസിഷനിലുള്ള പല ആളുകൾ പോലും ഈ പഴയ പോലെ ഒരു പഠനം, ഇപ്പം പ്രത്യേകിച്ച് ഇനി ChatGPT ഓപ്പൺ ചെയ്യാൻ വന്നതോടെ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇപ്പം അപ്പോൾ എനിക്ക് തന്നെ പല ആളുകളും ഫോൺ വിളിച്ചിട്ട് ട്രിവാൻഡ്രം ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്ന് അയക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് എക്സൈറ്റഡ് ഇത്ര ആൾക്കാരുടെ അയച്ചിരുന്നത്. പിന്നെ ഞാൻ ചുമ്മാ അടിച്ചു നോക്കിയപ്പോൾ ഇതെല്ലാം ChatGPT ആണ്. അപ്പം ഞാൻ ഞെട്ടിപ്പോൾ എനിക്ക് ഒത്തിരി ആൾക്കാർ ചേട്ടൻ ഇതായിട്ട് കാൻഡിഡേറ്റ് ആയത് നന്നായി, അങ്ങനെയാണ് ട്രിവാൻഡ്രത്തെ മാറ്റും. അപ്പോൾ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അത് ഒത്തിരി എണ്ണം കറക്റ്റായിട്ട് റിസർച്ച് നന്നായി ചെയ്തിട്ടുണ്ട്. ബാക്കി ഒത്തിരി ChatGPT ആണ്. ഞാൻ പറഞ്ഞു വന്നു. പക്ഷെ ഞാൻ ഈ ഇൻ്റലക്ച്വൽ മെറിറ്റിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് രാഷ്ട്രീയ ഭേദമന്യേ പല ഫ്രണ്ട്സ് ഉള്ളതും അവരെയൊക്കെ ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നതും ഞാൻ അവരോട് താല്പര്യമുള്ളതും അവരുടെ ഇൻ്റലക്ച്വൽ മെറിറ്റിലാണ്. അപ്പോൾ വലിയ പഠനമില്ലാത്ത ആളുകൾ പോലും ഇൻ്റലക്ച്വൽ മെറിറ്റുള്ള പല ആളുകളുമുണ്ട്. അവരുടെ എക്സ്പീരിയൻസ്, ഇപ്പം ഞാൻ പറയാം, ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹം ഒരു വലിയ ഇൻ്റലക്റ്റാണ് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു തീരുമാനം എടുക്കുമ്പം അതിൽ നിർണ്ണയിക്കുന്ന ഫാക്ടേഴ്സ് XYZ, ഇതിനകത്ത് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണെന്നുള്ളതൊരു മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയാമായിരുന്നു. അല്ലെങ്കിൽ സഖാവ് VS, അദ്ദേഹം വലിയൊരു വിദ്യാഭ്യാസമുള്ള ആളല്ല, പക്ഷേ അദ്ദേഹത്തിന് ഇഷ്യൂസിൻ്റെ നെർവിലോട്ട് കയറി പഠിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഉൾപ്പെടെ എൻ്റെ തലമുറയിൽ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാരടക്കമുള്ള ആളുകൾക്ക്, പല ആളുകൾക്കൊരു വിഷയം പഠിക്കാൻ താല്പര്യമില്ല. പത്രക്കാരടക്കമുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഈ ഒരു ഓൺലൈൻ ജേർണലിസവും TV ജേർണലിസം വന്നതിന് ശേഷം എനിക്ക് പ്രിൻറ്റ് ജേർണലിസത്തിലുണ്ടായിരുന്ന ആൾക്കാരുടെ അത്ര ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഗ്രാവിറ്റി അല്ലെങ്കിൽ അത് പഠനം പല ജേർണലിസ്റ്റുകൾക്കില്ല. അവരൊക്കെ പഴയ കാര്യങ്ങൾ നമ്മളോടാണ് ചോദിക്കുന്നത്. പിന്നെ ഇൻ്റലക്റ്റിനൊരു ഡിസ്റിഗാർഡ് ഇപ്പോഴുണ്ട്. പ്രത്യേകിച്ച് ഒരു 2000 ഒരു റൈറ്റ് വിങ് ഡിസ്പെൻസേഷൻ വന്നതിന് ശേഷമാണ് ഇൻ്റലക്ച്വലായി ഇങ്ങനെ കൂടുതൽ വായിക്കുക അല്ലെങ്കിൽ അഭിപ്രായം പറയാതൊക്കെ ഒരു മോശമാണെന്ന് പറയുന്ന ഒരു ഡിസ്പെൻസേഷൻ ഇപ്പം കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയിൽ ഭരിക്കുന്നത് കൊണ്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒത്തിരി ട്രോളുകളിലും അറ്റാക്കിലുമൊക്കെ ഈ വിഷയങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ മോശപ്പെട്ടൊരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പം എനിക്ക് വിഷയങ്ങൾ ഈ പഠിക്കാതെ അഭിപ്രായം വന്ന ആളോട് ഭയങ്കര ദേഷ്യമാണ്. ഞാൻ പറയുന്നത് ChatGPT ഒക്കെ ഉള്ള സമയത്ത് അത്രയും പഠിക്കുകയെങ്കിലും ചെയ്യും, അതുപോലും ചെയ്യുന്നില്ല. ഇത് പല ആളുകളും എനിക്കറിയാം, പല അഭിപ്രായങ്ങളും വെറുതെ അങ്ങ് പറയുകയാണ്. അപ്പം ഞാനൊരു കാര്യം വെറുതെ പറയില്ല എന്നൊരു ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി പഠിച്ച് പറയുന്ന ആൾക്കാരോട് എനിക്ക് ഭയങ്കര ഒരു റെസ്പെക്റ്റാണുള്ളത്.